കേരളത്തിലുള്ള പാക് വിസക്കാരെ കണ്ടെത്താൻ പോലീസ് അന്വേഷണം തുടങ്ങി. അതിനിടെ സന്ദർശക വിസയിൽ സൗദി അറേബ്യയിൽ നിന്ന് മലപ്പുറത്ത് വന്ന പാക് പൗരയായ യുവതി തിരിച്ചുപോയി. തിരൂർക്കാട് സ്വദേശിയെ വിവാഹം കഴിച്ച യുവതി ഏതാനും ദിവസം മുൻപാണ് എത്തിയത്. കേന്ദ്ര സർക്കാർ നിർദ്ദേശത്തെ തുടർന്ന് യുവതി സ്വമേധയാ തിരിച്ചു പോവുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. ദമ്പതിമാർ സൗദിയിൽ സ്ഥിരതാമസക്കാരാണ്. കേരളീയരെ വിവാഹം കഴിച്ച് വർഷങ്ങളായി കേരളത്തിൽ തന്നെ കഴിയുന്ന ദീർഘകാല വിസയുള്ള പാകിസ്ഥാൻ പൗരർക്ക് കേരളം വിടേണ്ടി വരില്ല. പോലീസ് കണക്കനുസരിച്ച് കേരളത്തിൽ 104 പാകിസ്ഥാൻ പൗരരുണ്ട്. 45 പേർ ദീർഘകാല വിസയിലും 55 പേർ സന്ദർശക വിസയിലും 3 പേർ ചികിത്സയ്ക്കായും എത്തിയവരാണ്. ഒരാൾ അനധികൃതമായി രാജ്യത്ത് പ്രവേശിച്ചതിനാൽ ജയിലിലാണ്. ചികിത്സയ്ക്കായി എത്തിയവരും മടങ്ങേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസം ചികിത്സ തേടി 50ഓളം പേർ കേരളത്തിൽ പാകിസ്ഥാനികളായി എത്തി കഴിയുന്നവർ ഉണ്ടായിരുന്നു എന്നാണ് കണ്ടെത്തൽ. എന്നാൽ വിശദ പരിശോധനയിലൂടെയാണ് വസ്തുതകളിലേക്ക് പോലീസ് എത്തിയത്. താൽക്കാലിക വിസയെടുത്ത് കച്ചവടത്തിനും വിനോദസഞ്ചാരത്തിനും ചികിത്സയ്ക്കുമായെത്തിയ പാകിസ്ഥാൻകാർ ചൊവ്വാഴ്ചയ്ക്ക് മുൻപ് രാജ്യം വിടണം. ഇത്തരത്തിൽ 59 പേരാണുള്ളത്. കഴിഞ്ഞ ദിവസം തന്നെ ഏതാനും പേർ മടങ്ങി. ദീർഘകാല വിസയുള്ളവർ കണ്ണൂർ, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലാണ് കൂടുതലും. അവർ പലരും വിവാഹിതരായി കുടുംബത്തോടെ കഴിയുന്നവരാണ്. മെഡിക്കൽ വിസയിലെത്തിയവർ 29-നും വിനോദസഞ്ചാര വിസയിൽ മറ്റുമെത്തിയവർ 27-നുള്ളിൽ രാജ്യം വിടണമെന്നാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. ഉത്തരവ് വെള്ളിയാഴ്ച ഉച്ചയോടെ സംസ്ഥാനത്ത് കിട്ടി. കോഴിക്കോട് 5 പാക് പൗരരാണ് നിലവിലുള്ളത്. ഇതിൽ നഗരപരിധിയിലുള്ളയാൾക്ക് ദീർഘകാല വിസയുണ്ട്. ഇതിനിടയിലാണ് സൗദിയിൽ നിന്നെത്തിയ പാക് യുവതി തിരിച്ചുപോയത് പോലീസ് തന്നെ മനസ്സിലാക്കിയത്. പാകിസ്ഥാൻ പൗരരെ ഉടൻ കണ്ടെത്തി തിരിച്ചയക്കാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എല്ലാ മുഖ്യമന്ത്രിമാർക്കും നിർദ്ദേശം നൽകിയിരുന്നു. പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് പാകിസ്ഥാൻ പൗരന്മാർക്കുള്ള എല്ലാ വിസകളും റദ്ദാക്കിയ കേന്ദ്ര സർക്കാർ നടപടിക്ക് പിന്നാലെയാണ് ആഭ്യന്തരമന്ത്രിയുടെ നിർദ്ദേശം. എല്ലാ സംസ്ഥാനങ്ങളിലുമുള്ള പാകിസ്ഥാൻ പൗരന്മാരെ കണ്ടെത്തി ഉടൻ നാടുകടത്താനാണ് നിർദ്ദേശം. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയിലുള്ള പാകിസ്ഥാൻ പൗരരോട് ഏപ്രിൽ 27-നകം ഇന്ത്യ വിടാനാണ് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. മെഡിക്കൽ വിസയുള്ള പാക് പൗരന്മാർക്ക് 2 ദിവസം കൂടി അധികമായി കിട്ടും. ഇവർ ഏപ്രിൽ 29-നകം രാജ്യം വിടേണ്ടി വരുമെന്നാണ് കേന്ദ്രം വ്യക്തമാക്കിയിരിക്കുന്നത്. നയതന്ത്ര നടപടികളുടെ ഭാഗമായി പാക് പൗരന്മാർക്ക് പുതിയതായി വിസ നൽകുന്നതും ഇന്ത്യ നിർത്തിവച്ചിട്ടുണ്ട്. നിലവിലുള്ള വിസകൾ റദ്ദാക്കുകയും ചെയ്തു. കൂടാതെ ഇന്ത്യക്കാർ പാകിസ്ഥാനിലേക്ക് യാത്ര ചെയ്യരുതെന്നും കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഭീകരാക്രമണത്തിന് പിന്നാലെയുള്ള സംഭവവികാസങ്ങളുടെ തുടർച്ചയായി ഇന്ത്യയുമായുള്ള ഷിംല കരാർ പാകിസ്ഥാൻ മരവിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇന്ത്യയിൽ നിന്നുള്ള വിമാനങ്ങൾക്ക് പ്രവേശനാനുമതി നിഷേധിച്ചുകൊണ്ട് പാക് വ്യോമ മേഖല അടയ്ക്കുകയും ചെയ്തു.